നമ്മുടെ തൊട്ടടുത്ത എപ്പിസോഡുകളിലൊക്കെ മൂവിയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് എപ്പിസോഡുകളായിരുന്നു. എൻ്റെ ലൈഫും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി കുറച്ച് എപ്പിസോഡ്, ഒരു 4, 5, 6 എപ്പിസോഡുകളൊക്കെ, അല്ലെങ്കിൽ ഒരു 10 എപ്പിസോഡിനുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്നെപ്പോലെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഇന്ന് ആക്റ്റീവാണ്. അപ്പോൾ അതിൽ നിങ്ങളൊരു പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നറിയില്ല, ഏത് ആപ്പ് ഉപയോഗിക്കണം എന്നറിയില്ല. അഥവാ ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ അത് എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അതിന് പൈസ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ജിമെയിൽ ഐഡിയിൽ പോയി ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം വർഷങ്ങളായി, ഞാൻ ഏകദേശം ഒരു 5 വർഷമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ വളരെ ഫ്രീ ആയി, വളരെ സിമ്പിളായി. എന്നാൽ ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇതേപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ കണ്ട് പരീക്ഷിച്ച് ഇട്ടാണ് ഓരോ വീഡിയോകളും ഞാൻ തയ്യാറാക്കി തരാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി മുതൽ അങ്ങോട്ട് ഒരു 10 എപ്പിസോഡോളം നമ്മുടെ മൂവിയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് മനുഷ്യന് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഗതിയാണ് എഡിറ്റിങ്, പിന്നെ അതേപോലെ തന്നെ മിക്സിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മൂവിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, എൻ്റെ സബ്സ്ക്രൈബറായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയും ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതല്ലെങ്കിൽ സിനിമയുടെ പിന്നണി പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ സിനിമയൊക്കെ എഡിറ്റ് ചെയ്യുന്ന പ്രീമിയർ പ്രോ, ഡാവിഞ്ചി റിസോൾവ്, FCP, ഫൈനൽ കട്ട് എന്നിവ വലിയ ആപ്പാണ്. അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ മാത്രം വർക്ക് ചെയ്യുന്ന സിസ്റ്റങ്ങളാണ്, ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി നമുക്കൊരു മൊബൈലിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതിനെക്കുറിച്ചിട്ട് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും അടുത്തൊരു അറിവ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു ഫ്രീ വെർഷനാണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് യൂകട്ട് ആപ്പ്, വീഡിയോ എഡിറ്റിംഗ് യൂകട്ട് ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക. യൂകട്ട് ആപ്പ് ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഓപ്പൺ ആണ് കാണിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കേണ്ടി വരും. അതിനുശേഷം എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ, എൻ്റെ ഫോണിലേക്ക് പോയാൽ എൻ്റെ ആപ്ലിക്കേഷനകത്ത് യൂകട്ട് ദാണ്ട കിടപ്പുണ്ട് തറയിൽ. അപ്പോൾ ഞാനിത് നേരത്തെ ചെയ്ത് വെച്ച പ്രോജക്റ്റ്. അപ്പോൾ നമുക്കൊരു പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ പ്രോജക്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റെ ഗാലറിയിലോട്ട് പോകുമ്പോൾ ആ ഗാലറിയിൽ നിന്ന് ഒരു ഇമേജ് ഞാൻ ആദ്യമായി സെറ്റ് ചെയ്യുന്നു. ഈ വിഷയം നിങ്ങൾ തമ്പനയിൽ കണ്ട വിഷയം. ഇനി എനിക്കൊരു വീഡിയോ ആണ് വേണ്ടത്. ഞാനത് ആവശ്യമില്ലാത്ത പോർഷൻ വെച്ച് കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഗാലറിയിലോട്ട് വന്ന എൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്. അതായത് ഏതൊരു വീഡിയോയുടെ തുടക്കവും ഒരു ചെറിയ സാധനം ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ സെക്ഷനിൽ വന്നിട്ട് ഞാൻ ആ വീഡിയോ ഇമ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ കിടപ്പുണ്ട്. വീഡിയോയുടെ ഒരു ഇൻട്രോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഇൻട്രോ ഇമ്പോർട്ട് ചെയ്തു. ആ ഇൻട്രോ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ 2 കാര്യം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾ സ്പീക്കർ ഐക്കണൊക്കെ കാണാം. അതിനകത്ത് സൗണ്ട് വേണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് വേണ്ട, കാര്യം അത് കോപ്പിറൈറ്റ് മ്യൂസിക്കാണ്. പിന്നീട് അതിൻ്റെ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അവിടെ ഒരു ചെറിയ ക്ലോക്കിൻ്റെ ഒരു ചിഹ്നം കിടപ്പുണ്ട്, അതിനകത്ത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത വീഡിയോ എടുക്കുക. ഇതിപ്പം നമ്മൾ ഇതൊന്ന് ക്രോപ്പ് ചെയ്തൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് വീഡിയോ വേണം. വീണ്ടും പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത വീഡിയോ എടുത്ത് ഞാനിവിടെ വെച്ചു. എണീക്കുന്നതും വരുന്നതും പോകുന്നതും, അതായത് സംസാരം തുടങ്ങുന്ന ഭാഗം വെച്ചിട്ട് ആ ടൈം ലൈനിൽ എൻ്റെ വീഡിയോയുടെ ക്ലിപ്പിൽ ഒന്ന് പ്രസ് ചെയ്താൽ മുകളിലൊരു ബ്ലേഡല്ല, ഒരു ബ്രാക്കറ്റ്, 2 ബ്രാക്കറ്റ്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആവും. വീഡിയോ 2ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഒരു ശകലം കൂട്ടാം. ഒരുപാട് കൂട്ടിയാൽ ഭയങ്കര പരപരപ്പായിരിക്കും. ഒരു ശകലം കൂട്ടാം, സൗണ്ട് കുറവാണ്. അപ്പോൾ അതും കറക്റ്റായി. അതായത് നമുക്ക് ആവശ്യമുള്ള ഭാഗം വെച്ച് കട്ട് ചെയ്തു. ഇപ്പം നമുക്കൊന്ന് ക്രോപ്പും കൂടെ ചെയ്യാം, കാര്യം ഒരു ശകലം ബാക്കിലേക്ക് നിൽക്കുകയാണ്. അത് നിങ്ങളൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ക്രോപ്പായി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് കളർ ടോൺ വേണമെങ്കിൽ അവിടെ എഫക്ട്സ് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യാം. കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചെയ്യാറുള്ളത്, പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോ ആയതുകൊണ്ട് കളറിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ഒരെണ്ണം ആഡ് ചെയ്യാം. അതിനകത്ത് T എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. ഇത് മൈക്രോഫോൺ അലോ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ, ഈ ആപ്പിൻ്റെ സ്ക്രീൻ റെക്കോർഡിൻ്റെ. ഞാനിവിടെ മൈ ലൈഫ് മൈ മൂവി എന്ന് സെർച്ച് ചെയ്യുകയല്ല, ടൈപ്പ് ചെയ്തപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട ഫോണ്ടും കളറും ഒക്കെ ഇവിടെ തന്നെ മുകളിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇംഗ്ലീഷിൽ ഫോണ്ടാണ്, അതിൻ്റെ തൊട്ടുപുറത്ത് കളറാണ്. അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എവിടം വരെ വേണമോ അവിടം വരെയും നിങ്ങളിതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക. ആ ബാലൻസ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഞാൻ ആ വീഡിയോ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ഒരു പോർഷനുണ്ട്, ഗുഡ് ബൈ പറയുന്ന. അവിടെ വെച്ചിട്ട് ഞാൻ വീണ്ടും എൻ്റെ ടൈം ലൈനിൽ ഒന്ന് പ്രസ് ചെയ്തു. ആ ബ്രാക്കറ്റ് ബട്ടൺ അടിച്ചപ്പോൾ സ്പ്ലിറ്റായി പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇടഭാഗം, അതായത് ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ആ ഒരു സംഗതി ഞാൻ വീഡിയോ തുടങ്ങാം നമുക്ക്, അതായത് നമ്മുടെ ട്യൂട്ടോറിയൽസ് തുടങ്ങാം എന്ന് പറയുന്ന ഭാഗം, ആ ഭാഗം ഇതിനിടയ്ക്ക് കയറണം.
അപ്പോൾ എന്താണ് വേണ്ടത്? ആ ഭാഗം കണ്ടുപിടിച്ച് അവിടെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ആ ടൈം ലൈനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ക്ലിപ്പിൽ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും മുകളിലൊരു ബ്രാക്കറ്റ് ഐക്കൺ വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉണ്ടാവും, ഇതാണ് ആ ബ്രാക്കറ്റ് ഐക്കൺ. അവിടെ കട്ടായി. ഇനി അതിനിടയ്ക്കൊരു ശകലം ഗ്യാപ്പ് ഉണ്ട്, അതും നമ്മൾ കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുകയാണ്. ആ ക്ലിപ്പ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. ഇതിനിടയ്ക്കേക്കാണ് നമുക്ക് വീണ്ടും പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, ഇടത്തെ സൈഡിൽ ആ പ്ലസ് ബട്ടൺ റെഡ് മാർക്ക് കാണുന്നത്. അവിടത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത സംഗതി, അതായത് നമ്മൾ ഈ ചെയ്യുന്ന സംഗതി നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം കേട്ടോ. അതായത് അതിന് മുന്നായിട്ട് അതും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഇത്രയും ഭാഗങ്ങൾ റെഡിയായി നമ്മുടെ വീഡിയോ ഒക്കെ സെറ്റായെങ്കിൽ ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ അവിടെ വെച്ച് കട്ടാവുകയാണ്. ഇനി നമുക്ക് എക്സ്പോർട്ട് കൊടുക്കുക. സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മുകളിൽ കാണാം. ആ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ക്വാളിറ്റി 3GB ആണോ, 360 ആണോ, 720 ആണോ, അതല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ കൊടുക്കുന്ന ഫ്രെയിം സൈസിൻ്റെ കൂട്ടിരിക്കും. 4K ആണെങ്കിൽ 4K എന്ന് കാണിക്കും, പക്ഷേ 4K ഒക്കെ ഭയങ്കര ലാഗ് ആയിരിക്കും. സേവ് കൊടുത്താൽ ഇത് 1 മുതൽ 100 വരെ കറങ്ങിയിട്ട് ചിലപ്പോൾ പരസ്യം വരും, നിങ്ങൾ പേടിക്കേണ്ട, അത് സേവ് ആയിക്കോളും ഓട്ടം. ഇന്നത്തെ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ എൻ്റെ അധ്വാനമുണ്ട്, ഒരുപാട് നാളുകളുടെ ഇതേപോലുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കല്ലേ. അടുത്തൊരു എപ്പിസോഡിൽ ഒരു ഫോട്ടോഷോപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നതിനെ കുറിച്ചിട്ട്, അതല്ലെങ്കിൽ ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു മൈക്ക് എങ്ങനെ നമുക്ക് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഏതെങ്കിലുമൊക്കെ ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു 10 എപ്പിസോഡ് ഇന്ന് നമ്മൾ തുടങ്ങി ഫസ്റ്റ് എപ്പിസോഡാണ് യൂക്കട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും ഗുഡ് ബൈ.